നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നും ധാരാളം വാർത്തകളാൽ സമ്പുഷ്ടമായ ഒരു ദിവസമായിരുന്നു. എങ്കിലും ഓട്ടപ്രദക്ഷിണത്തിൽ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓടിത്തീർക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഇന്ന് ചർച്ചയായ വാർത്തകൾ തന്നെയാണ്. ഇന്ന് പാർലമെന്റിൽ കോൺഗ്രസിനെ എടുത്തൊടുത്ത് അമിത്ഷായുടെ അതിശക്തമായ പ്രസംഗം നടന്നു. കോൺഗ്രസ് ശരിക്കും ആർക്കൊപ്പമാണ്? ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പമാണോ? ഇന്ത്യ എന്ന രാജ്യത്തിനൊപ്പമാണോ? അതോ പാകിസ്ഥാൻ മതഭീകരവാദികൾക്കൊപ്പമാണോ എന്നുള്ള ചോദ്യങ്ങളാണ് അതിശക്തമായി തന്നെ അമിത്ഷാ ഉയർത്തിയത്. അമിത്ഷായുടെ പ്രസംഗത്തിന് കൈയടിച്ചു എന്ന് പറഞ്ഞ് ശശി തരൂരിനെതിരെ തിരിയുന്ന ഒരു കൂട്ടം കോൺഗ്രസ്സുകാരുണ്ട്. അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കേസ് ഇനി NIA-യുടെ ബിലാസ്പൂർ ബെഞ്ച്, സ്പെഷ്യൽ ബെഞ്ച് ആയിരിക്കും പരിഗണിക്കുക. ശരിക്കും മര്യാദയ്ക്ക് തീരേണ്ട ഒരു കേസ്, അല്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടേണ്ട ഒരു കേസ്, അത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ സങ്കീർണമാക്കി. അവിടുത്തെ ദുർഗിലെ ജയിലിൽ പോയി ഇവിടെ കുറെ ഇടതുപക്ഷ MP-മാർ കിടന്ന് ബഹളം കൂട്ടി. ഇവിടെ കുറെ സഭാവിശ്വാസികളും കുറെ മതമേലധ്യക്ഷന്മാരും കിടന്ന് ബഹളം കൂട്ടി. ഒക്കെ തന്നെ ആ കേസ് ഒരു പരുവമാക്കി. ഇനിയിപ്പോൾ കൈവിട്ട കളിയാണ്. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ആണെന്ന് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. എന്താകും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ബിലാസ്പൂർ ബെഞ്ചിന്റെ മുന്നിലേക്ക് ജാമ്യാപേക്ഷ വരുമ്പോൾ ഛത്തീസ്ഗഡ് പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി തന്നെ എതിർക്കാനാണ് സാധ്യത. കാരണം BNS പ്രകാരം, ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 143-ാം വകുപ്പ് മനുഷ്യക്കടത്താണ്. ജാമ്യം കിട്ടാൻ അല്പം പ്രയാസമാണ് എന്നാണ് നിയമ വിദഗ്ധർക്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ വിഷയം വ്യാപകമായി തന്നെ ചർച്ചയായിരിക്കുകയാണ്. അതിനിടയിൽ BJP-യെ വെല്ലുവിളിച്ചുകൊണ്ട് ചില മതമേലധ്യക്ഷന്മാർ ബഹളം കൂട്ടുന്നുണ്ട്. കോൺഗ്രസിനെയും CPM-നെയും വെല്ലുവിളിക്കുന്നത് പോലെ എവിടെയായാലും, കേരളത്തിലെന്നല്ല ഏത് സംസ്ഥാനത്തും BJP-യെ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വെല്ലുവിളിച്ചത് കൊണ്ട് പ്രയോജനവുമില്ല. വെല്ലുവിളിച്ചാൽ ഭയന്നോടുന്ന പാർട്ടിയല്ല BJP. കാരണം പടിപടിയായി ഉയർന്നു വന്ന പാർട്ടിയാണ്. 2 MP-മാരിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് BJP എത്തിയത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് BJP ഇന്ത്യ ഭരിക്കുന്നത്. വിരട്ടലൊന്നും വേണ്ട. മുഖ്യമന്ത്രി പറയുന്നത് പോലെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നത് പോലെ പറയാൻ ആഗ്രഹിക്കുന്നു. നിമിഷപ്രിയ, യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ശക്തമായ നീരസം രേഖപ്പെടുത്തി പ്രചരിപ്പിച്ചു. അങ്ങനെ ചെയ്യരുത്. കാര്യങ്ങൾ അറിയാതെ ചില ഉസ്താദുമാരും ചില പണ്ഡിതന്മാരും ഒക്കെ തന്നെ കടന്ന് ബഹളം കൂട്ടുകയും പോസ്റ്റ് ഇടുകയും പിന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നിരീക്ഷിച്ചുകൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ശക്തമായി ഇപ്പോൾ കാര്യങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കരുത്. കൃത്യമായി തന്നെ ഇതിന്റെ വിശദ വിവരങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊതുസമൂഹത്തെ അറിയിക്കും. അതിനുവേണ്ട എല്ലാ നടപടികളും അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ വീണ്ടും വിജയത്തിന്റെ പൊന്നാകാശത്ത്. ഇസ്രോയുടെ നമ്മുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ഇന്ത്യൻ സാറ്റലൈറ്റ് റിസർച്ച് ഓർഗനൈസേഷനും നാസയും ചേർന്ന സംയുക്ത സംരംഭമായ നിസാർ എന്ന ആ ഉപഗ്രഹം അത് വിക്ഷേപിച്ചിരിക്കുന്നു. അത് ഭൗമ ഗവേഷണ രംഗത്ത്, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം പഠിക്കുന്നത്, അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ രംഗത്ത് ഒക്കെ തന്നെ വലിയ ഒരു മുന്നേറ്റം ഇസ്രോയും നാസയും ചേർന്ന് നടത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഇസ്രോയുടെ ഈ നിസാർ എന്ന ഈ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നാസയുമായി സഹകരിച്ച് നിരവധി ഗവേഷണങ്ങൾ ISRO നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിസാർ വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നത്. ഭൗമ നിരീക്ഷണ രംഗത്ത് ഏറ്റവും ശക്തമായ സംവിധാനം ഏർപ്പെടുത്താൻ ഈ ഉപഗ്രഹ സംവിധാനത്തിന് കഴിയും എന്നുള്ള കാര്യമാണ് ഇസ്രോ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതുപോലെ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 10-13 സ്ഥലങ്ങളിൽ അവിടെ ഈ ജിയോ ടാഗ് ചെയ്തിട്ട് അവിടെ ഏതാണ്ട് വൈകുന്നേരം വരെ കുഴിച്ചു നോക്കിയതിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിനുശേഷം കുഴിച്ചോ എന്നറിയില്ല. അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പോയിന്റുകളിലൊന്നും തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും ദുഃഖകരമായ മറ്റൊരു വാർത്ത, കൊല്ലത്ത് അഞ്ജന എന്ന യുവതി, 21 വയസ്സേ ഉള്ളൂ, ആൺ സുഹൃത്തായ നിഹാസ് എന്ന് പറയുന്ന യുവാവിന്റെ വീട്ടിൽ
ആത്മഹത്യ ചെയ്തു. രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. വീട്ടുകാരെയൊക്കെ എതിർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് പെൺകുട്ടി. ഈ കുട്ടി ഇപ്പോൾ ഈ നിഹാസ് എന്ന് പറയുന്ന ആൺ സുഹൃത്തിന്റെ വീട്ടിൽ, ഇയാൾ ഡ്രൈവറോ മറ്റാണെന്ന് കേൾക്കുന്നു, ഇയാളുടെ വീട്ടിൽ വെച്ച് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അപ്പോൾ ഈ അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്തയോടുകൂടി ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം ഇവിടെ ഓടി പൂർത്തിയാവുകയാണ്. വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നാളെ മടങ്ങിയെത്താം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.